ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് ജൂൺ 3, വിശുദ്ധ ചാൾസ് ലവാങ്കയും കൂട്ടരുടെയും തിരുനാൾ. മാവുളു ഗുങ്കു എന്ന പ്രധാനിയുടെ ഭവനത്തിൽ വച്ചാണ് ചാൾസ് ക്രിസ്തുവിൻ്റെ സുവിശേഷവുമായി പരിചയപ്പെട്ടത്. കൊട്ടാരഭൃത്യരിൽ പ്രധാനിയായ ജോസഫ് മക്സായുടെ സഹായത്താലാണ് ഈ നവശിഷ്യൻ രാജഭരണത്തിലെത്തിയത്. മൊവാങ്കയുടെ അശുദ്ധ താൽപ്പര്യങ്ങളെ ചെറുക്കുവാൻ പ്രോത്സാഹിപ്പിച്ചതിൻ്റെ പേരിലാണ് മാക്സ രക്തസാക്ഷിത്വം വഹിച്ചത്. ആ രാത്രിയിലാണ് ചാൾസ് ജ്ഞാനസ്നാനം ചോദിച്ചു വാങ്ങിയത്. ചാൾസിൻ്റെ ധൈര്യമാണ് സ്നേഹിതന്മാരെ ദൈവവിശ്വാസത്തിലും വിരക്തിയിലും ഉറപ്പിച്ചു നിർത്തിയത്. ഉഗാണ്ടൻ രാജാവായ മൊവാങ്കയുടെ വർഗവിരുദ്ധമായ പാപാധിനിവേശത്തിൽ നിന്ന് 13-നും 30-നും മധ്യയുള്ള തൻ്റെ യുവാക്കളെ സംരക്ഷിക്കുകയും ജയിലിൽ വച്ച് അവരെ കത്തോലിക്ക വിശ്വാസം അഭ്യസിപ്പിക്കുകയും ചെയ്തതിൻ്റെ പേരിലും അസാൻമാർഗിക പ്രവൃത്തിക്ക് സമ്മതിക്കാത്തതിനും സ്നേഹിതന്മാരുടെ വിശ്വാസം കാത്ത് സംരക്ഷിച്ചതിനും ശിക്ഷയായി മൊവാങ്കയുടെ ആജ്ഞപ്രകാരം ചാൾസ് ലവാങ്കയെ 1886 ജൂൺ 3 ദഹിപ്പിക്കപ്പെട്ടു. 1964 ഒക്ടോബർ 18 6 പൗലോസ് മാർപ്പാപ്പ 22 ഉഗാണ്ടൻ യുവ നീഗ്രോ രക്തസാക്ഷികളെ വിശുദ്ധരെന്ന് നാമകരണം ചെയ്തു. വിശുദ്ധ ചാൾസ് ലവാങ്കെ കത്തോലിക്ക പ്രവർത്തനങ്ങളെയും ഞങ്ങളുടെ തിരുസഭയെയും ഞങ്ങളെയും സംരക്ഷിക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.